മലപ്പുറം എടക്കര മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മൂത്തേടം ഉച്ചക്കുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്. വനമേഖലയിൽ വെച്ചാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ആര്യാടൻ ഷൌക്കത്തും പി.വി. അൻവറും സരോജിനിയുടെ വീട്ടിലെത്തി. സരോജിനി ചേട്ടത്തി മാത്രമായിരുന്നു, ഒറ്റയ്ക്കായിരുന്നോ പോയിരുന്നത്? ഞാനുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒരു മിനിറ്റ് അപ്പുറം മാറി നിന്ന് പോത്തിൻ്റെ അടുത്ത് തൊലിക്കാൻ വേണ്ടി ആന ഉച്ച കേട്ടാകും അതിൽ വന്ന് തട്ടി. ഈ ആക്രമണം നടക്കുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്നല്ലേ? ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ദാരുണമായൊരു സംഭവം നടന്നു കഴിഞ്ഞല്ലോ. ബന്ധമല്ല, അതിന് വല്ല ഞാൻ ഒന്നൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടോ? ആരൊക്കെ ഇപ്പോൾ വീട്ടിൽ സന്ദർശനത്തിനെത്തിയിട്ടുണ്ട്? എന്താണ് കുടുംബത്തിന്റെ നിലപാട്? ദിവ്യ, വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉയരുകയാണ്. കാരണം മൂത്തേടം ഉച്ചക്കുളം ഊരിലെ സ്ത്രീയാണ് ഈ കാട്ടാനാക്രമണത്തിൽ മരിക്കുന്നത്. സരോജിനി എന്ന മധ്യവയസ്ക. അവർ വനമേഖലയിൽ മാടിനെ മേയ്ക്കാൻ വേണ്ടി പോയത് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടായത്. കാട്ടാനകൾ കൂട്ടമായി വരികയും ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. ഇവരുടെ കൂടെയും മറ്റു 4-5 പേർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ മേഖലയിൽ നിരന്തരം കാട്ടാനയുടെ ആക്രമണവും ശല്യവും ഉള്ള സ്ഥലമാണ് എന്നും പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല എന്നും ഈ ഊരിലെ നിവാസികൾ പറയുകയാണ്. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ കൂടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഈ നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ദാരുണമായ സംഭവം നടക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികളും കുടുംബവും ഒക്കെ നീങ്ങിയത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ DCC പ്രസിഡന്റ് VS ജോയും ആര്യാടൻ ഷൌക്കത്തും PV അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും കുടുംബത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം ഇവിടെ ആ സമയത്തൊക്കെ തുടർന്നു വരികയായിരുന്നു. കലക്ടർ എത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് പ്രദേശവാസികൾ എടുത്തിരിക്കുന്ന നിലപാട്. അതിന് കാരണം നിരന്തരം ഇവിടെ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടും അത് പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകുന്നില്ല, അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികൾ നീങ്ങിയത്. DFO ഇവിടെ എത്തുകയും നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ, സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഈ ആന ആക്രമണത്തെ അല്ലെങ്കിൽ ആന ഈ ഊരിന്റെ ഭാഗത്തേക്ക് വരുന്ന തടയാൻ വേണ്ട സംവിധാനങ്ങൾ 1 മാസത്തിനകം തന്നെ അതിന്റെ പ്രവൃത്തി തുടങ്ങും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ DFO ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഷംസീർ, അപ്പോൾ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ആക്രമണം നടന്ന വനത്തിനുള്ളിൽ തന്നെയാണോ ഉള്ളത്? ഇതൊരു ആദിവാസികൾ പാർക്കുന്ന ഒരു ഊരാണ്. ഇവിടെ ഒരു 30ഓളം കുടുംബങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ളവർ കൂടുതലായും പോത്തിനെയും ആടിനെയും ഒക്കെ പോറ്റി വളർത്തുന്ന ആളുകളാണ്. ഒപ്പം തന്നെ കാട്ടിനകത്ത് പോയി കാട്ടുമരുന്നുകൾ ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവം ഉണ്ടായി ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും മൃതദേഹം ഉള്ളത്. ഇവിടെ നിന്ന് ഇതുവരെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മൃതദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുന്നത്. കലക്ടർ എത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും പറയുന്നത്. ഈ സരോജിനി എന്ന സ്ത്രീയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും മൃതദേഹമുള്ളത്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. പെട്ടെന്ന് ആന വരികയും മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും തല്ലി വീഴ്ത്തുകയുമായിരുന്നു എന്നാണ് കണ്ട ആളുകൾ നമ്മോട് പറയുന്നത്. ഏതായാലും നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടും പകൽ സമയത്ത് ഉൾപ്പെടെ ഇവരുടെ കോളനിയുടെ ഭാഗത്തേക്കടക്കം ആനകൾ വരുന്ന സാഹചര്യമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുകയാണ്. ഇവിടെ ഒരു കിടങ്ങ് ഉൾപ്പെടെയുള്ള സംവിധാനം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അതൊക്കെ തകർന്നു കിടക്കുന്നത് കൂടിയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം രൂക്ഷമാകാൻ കാരണമെന്നും പറയുന്നത്. അപ്പോൾ കിടങ്ങിന്റെ പ്രവൃത്തിയും ഒപ്പം തന്നെ സോളാർ ഫെൻസിങ്ങിന്റെ പ്രവൃത്തിയും 1 മാസത്തിനകം തന്നെ തുടങ്ങും എന്ന ഉറപ്പ് DFOയുടെ ഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കലക്ടർ കൂടി വന്ന് കൂടുതൽ കൃത്യമായ ഒരു പരിഹാരം ഈ ആനയുടെയും വന്യജീവിയുടെയും ആക്രമണത്തിന് നിർദ്ദേശിച്ചതിനു ശേഷം, ഉറപ്പ് കൊടുത്തതിനു ശേഷം മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഇപ്പോഴും പ്രദേശവാസികൾ ഉറച്ചു നിൽക്കുകയാണ്. മലപ്പുറം എടക്കര മൂത്തേടത്താണ് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത്. ഉച്ചക്കുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്. കളക്ടർ എത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത്. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.